ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അർളു, അർള് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ലാ യഖൂമു ബിദാത്തിഹി, സ്വയം നിലനിൽക്കുകയില്ല. എന്താ അതിൻ്റെ മാന? ബൽ ബിഗൈരിഹി, അത് മറ്റൊന്നിലാണ് നിൽക്കുക. എങ്ങനെയാണത്? ബിഅൻ യകൂന താബിഅൻ ലഹു, ആ ഗൈറിനോട് ഇത് താബിയാണ്. ഫി തഹയ്യുസി, ഒരു മക്കാന് സ്വീകരിക്കുന്ന വിഷയത്തിൽ. ഔ മുഖ്തസം ബിഹി ഇഖ്തിസാസൻ നായത്തി ബിൽ അന്നൂത്തി, അല്ലെങ്കിൽ ഇത് അതുകൊണ്ട് പ്രത്യേകമാകുന്നു നായത്ത് മന്നൂത്തിനോട്. മൗസാ സിഫത്ത് സിഫത്ത് മൗസൂഫിനോട് പ്രത്യേകമാകല്. അലാമ സബക്ക നേരത്തെ നമ്മൾ കഴിഞ്ഞിനി, നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞു പോയിനി. അവിടെ 44-ാം പേജിൽ ലാബിമാനഹു ലായുമിക്കിന് താക്കുലുഹു ബിദൂനിൽ മഹല്ലി, മഹല്ലില്ലാതെ ബുദ്ധിയിൽ കോലപ്പെടാത്തത് എന്ന അർത്ഥത്തിനല്ല പറഞ്ഞു കേട്ടോ. ആ മഹല്ല് കോലപ്പെടുത്തിക്കൊണ്ടല്ലാതെ ബുദ്ധിയിൽ കോലപ്പെടാത്ത എന്നല്ല, ബുദ്ധിയിൽ ഇതെല്ലാം കോലപ്പെടുത്താൻ വയ്ക്കും. പിന്നെ അലാമാത്ത് ഊഹിക്കപ്പെട്ട മാതി ചിലർക്ക് അങ്ങനെ തോന്നിയില്ലേ, അറുത് കാരണമുണ്ടെങ്കിൽ അതിൻ്റെ മഴറൂദില്ലാതെ എന്ത് ചെയ്യാൻ കഴിയൂല, അത് ബുദ്ധി തന്നെ കോലപ്പെടാത്തത് എന്നൊക്കെ ചിലർ മനസ്സിലാക്കി. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പം ആരൊക്കെ ഭിന്നമാവും അഫി ബാദില്ലാറാളി, ചില അറുതുകളിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. ഇപ്പം ജ്യേഷ്ഠ അഹ് എന്ന് കോലപ്പെടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഉഹുവത്ത് കോലപ്പെടണം. മകനാണെങ്കിൽ മറ്റാണ് വാപ്പയാവേണ്ടത്. അപ്പോൾ മകനാണെങ്കിൽ ഇപ്പം വാപ്പയാവുള്ളൂ, അവൻ വാപ്പയാണെങ്കിൽ ഇപ്പം മകനാവുള്ളൂ. അങ്ങനത്തെ നിസബിയ സംഗതികളൊക്കെ ഉണ്ടല്ലോ, ആജാതി സംഗതികളുണ്ട്. അതിൽ ഏതില്ലാതെ കോലപ്പെടൂല. സൗജിയത്ത് കോലപ്പെടണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ മറ്റോൻ്റെ ആ പിന്നെ ഇത് അത് സൗജാണെങ്കിൽ ഇപ്പം ഇവള് സൗജത്താവുള്ളൂല്ലോ. അങ്ങനത്തെ നല്ല പറയണത്. അങ്ങനത്തെ ചിലതൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനത്തതേ അറുളാവുള്ളൂ എന്നല്ല. പിന്നെ ഇപ്പോൾ യഹദുസു, ഏതായാലും ഈ അറള് പുതുതാകും ഫിൽ അജ്സാമി ജവാഹിരി, നേരത്തെ പറഞ്ഞതായിരിക്കുന്ന ജൗഹറുകളിലും അറളുകളിലും. ജൗഹറുകളിലും ജിസ്മുകളിലും. ജൗഹറിലും ജിസ്മുകളിലും ഹാരിസ് ആവുന്ന സംഗതിയാണ് ഏത്? അറള്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ആകെ നമ്മൾ ആലിമിനെ രണ്ടു വരിയാക്കി. എന്നിട്ട് നമ്മൾ അതിനുള്ളതായിരിക്കുന്ന അറള് എവിടെ ഉണ്ടാകുന്ന സാധനം അത് പാസ്സാക്കി, ജിസ്മിലും ജൗഹറിലും ഉണ്ടാവുന്നതെന്ന് പാസ്സാക്കി വെച്ചു. ഇനി ഇങ്ങനെ പറയട്ടെ. തേയില ഉവമിൻ തമാമി താരീഫി, ചിലർ പറയുന്നുണ്ട് മുസന്നിഫിൻ്റെ ഈ ഭാരത്തുണ്ടല്ലോ, ഇപ്പോൾ യഹദുസു പറഞ്ഞ ജുംല, ഇപ്പോൾ യഹദുസു പറഞ്ഞ ജുംല എൻ്റെ മഅതൂഫ് അലൈഹി. പിന്നെ ലമ്മ ലാ യഖൂമു എന്ന് പറഞ്ഞാൽ ലാ യഖൂമുണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇതിനെ മാൻ്റെ സീലി പെട്ടതാണ് ഈ കരയത് യഹദുസും കൂടി. അപ്പം അറളാവുന്ന ഒന്നാണ്. ലായക്കോമു വിദാത്തി, സ്വയം നിൽക്കൂല്ല. ഹാദിസുമില്ല ജിസാമി, ജിസ്മിൽ ഹാദിസും ആവും വേണം, അപ്പളേ അറളു എന്ന് പറയുള്ളൂ. ഇങ്ങനെ തോന്നും. അതാ കീലക്കാർ പറഞ്ഞത്. അതിൻ്റെ വാക്കിയാണ്, സിലൻ്റെ വാക്കിയാണ്, ഈ തമാമത്ത് താരീഖിൽ പെട്ടതാണ്. എന്തിനാ പോലെ അങ്ങനെ മാത്തുഫല ഉണ്ടാക്കിയാണ് മുസന്നിഫിന് ഇബാറത്ത് നന്നാക്കാൻ പോകണ അറിയോ? ഇഹ്തിറാസിന സിഫാത്തില്ലാഹി താരാൻ, സിഫാ അല്ലാഹു താര പുറത്തു പോകാൻ വേണ്ടിങ്ങാണ്ടാണ്. അള്ളാഹിൻ്റെ സിഫത്ത് എന്ത് ചെയ്യും? പിന്നെ പറഞ്ഞ സാധനം അജിസാമിലും ഏതിലും ആരിസാണ് അല്ല, ജിസ്മിലും ജൗഹറിലും ആരിസാണ് അല്ല. അങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യം അവിടെ അല്ല. ഞമ്മക്കിപ്പോൾ എന്തേ ഉള്ളൂ അറിയോ? അറള് കാരണം എന്താ കോലപ്പെടല്ലോ കൊണ്ടോ ഉള്ളൂ. അതവിടെ ഏതോട് കോലപ്പെട്ടിരുന്ന് മാലായ കുബി കാത്തിഹിയാണോ മനസ്സിൽ കോലപ്പയ്യന്. പിന്നെ അതിനെപ്പറ്റി വിശേഷണം പറഞ്ഞതാണ് എന്ത്? അറളിന് സ്വഭാവം ഉണ്ട്, അതിങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഔൽവാനി, നിറങ്ങളെപ്പോലെ. ഉസൂലുഹ, ഇനിയിപ്പോൾ അത് കുറച്ച് പറയാം. ഇതൊന്നും ഇപ്പോൾ നമുക്കിപ്പോൾ ഈ വിഷയം സ്ഥാപിക്കാൻ ആവശ്യമായതല്ല, അത് പറഞ്ഞപ്പോൾ ഷാരിഹ് ഇങ്ങനെ വരിക കേട്ടോ. ഈ ലൗവിൻ്റെ അടിസ്ഥാന നിറങ്ങൾ കീല അസവാദു വൽ ബയാദു, രണ്ട് നിറമുള്ളൂ അടിസ്ഥാന നിറങ്ങൾ എന്ന് കീല കേട്ടോ. ഇനി വക്കീല മറ്റൊരു കീല അൽ ഹുംറത്തു വൽ ഖദറത്തു വസ്സുഫ്രത്തു, ചുവപ്പ്, പിന്നെ പച്ച, മഞ്ഞ, അയർലൻ എന്ന് പറഞ്ഞാൽ വെള്ളക്കും കറുപ്പിനും പുറമേ അതിൻ്റെ അയർലൻ്റെ മാന. അപ്പോൾ 5 ഈ കരാക്കീല പ്രകാരം അടിസ്ഥാന വർണ്ണങ്ങൾ. ഇനി വൽ ബവാക്കി ബി തെർക്കീബി, ബാക്കിയുള്ള നിറങ്ങളൊക്കെ ഇതിങ്ങനെ മിക്സ് ആക്കുമ്പോഴാണ് എന്താണ് മറ്റു നിറങ്ങളും പിങ്കും മറ്റും മറക്ക എന്താണ് ഇതൊരു അഭിപ്രായങ്ങളാട്ടോ. യഥാർത്ഥത്തിൽ അടിസ്ഥാന നിറങ്ങളെയും കൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള നിറങ്ങളും ഒക്കെ. പക്ഷെ ചിലതൊക്കെ ഏതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന മാത്രം, മിക്സ് ചെയ്താൽ ഉണ്ടാക്കാൻ കഴിയുന്നു മാത്രം. പിന്നെ വൽ അക്വാനു വൽ അക്വാനി എന്നല്ല വായിക്കണ്ട്, ലൗനുമൊക്കെ ബാക്കിയാണ്ട് കൗനുകളെ പോലെയും. ഹിയാദ് അൽ ഇജ്തിമാഉ വൽ ഇഫ്തിറാഖു വൽ ഹറക്കത്തു വസ്സുകൂനു, കൗനുകൾ എന്ന് പറഞ്ഞാൽ സമ്മേളിക്കൽ, വിഘടിക്കൽ, അനങ്ങൽ, അടങ്ങൽ. ഇതിനാണ് എന്താ പറയുക?
ആക്കുവാനേ അറിയാം. പിന്നെ ചലനം കൈപ്പെട്ടതാണ് നിശ്ചലനം, നിശ്ചലനം. ഒത്തുഴുമി രുചികൾ പോലെ. പിന്നെ അൻവാഉഹാ തിസ്അത്തുൻ 9 രുചിയാണ് ആകെ ഉള്ളത്. ആ വഹിയാത് അൽ മറാറത്തു കയ്പ്, അൽ ഹറാഫത്തു ചമർപ്പ്, വൽ മലൂഹത്തു ഉപ്പ് രുചി, വൽ അഫൂസത്തു പിന്നെന്താണ് വൽ ഹമൂദത്തു പുളിപ്പ്, വൽ കബുലു ഏ പിന്നെ കബുല് തന്നെ ഒരു നാവുണ്ടാവുന്ന ഒരു സഹിക്കാൻ കഴിയാത്തൊരടങ്ങിയാറ്. വൽ ഹലാവത്ത് മധുരം, വ ദസൂമത്തു കൊഴുപ്പ് നനവ്, തഫാഹത്തു അല്ലേ, ഓരോ രുചികളാണതൊക്കെ. സുമ്മ യഹ്സുലു പിന്നെ കരസ്ഥമാവും ബി ഹസ്ബി തർക്കീബി ഈ 9നെയും കൂടി പല 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 വിധത്തിൽ തർക്കീബ് ചെയ്യലിൻ്റെ അനുസരിച്ച് ഹാസിലാവും അൻവാഉല്ലാ തുഹ്സാ എണ്ണി തിട്ടപ്പെടുത്തപ്പെടാത്ത പല ആവും. അത് ഓരോന്നിനും ഓരോ പേര് ഞെട്ടാൽ മതി. ആ ഇതിനൊക്കെ നാവുമ്മൽ അനുഭവപ്പെടുന്ന 9 രുചികളാണത്. റവാഇഹി മണങ്ങൾ. അൻവാവുക ഗസീറത്തുൻ അതിനൊരുപാട് ഇനങ്ങളുണ്ട്. ലൈസത്തിലഹ അസ്മാവ് മസൂസ അതിനെ പ്രത്യേക പേരൊന്നും മുൻകാമ്പ് ഇട്ട് കാണാനില്ല. മറ്റേ കുറേ ഇട്ടുനോക്കി ഉപ്പ് രുചി മറ്റേ രുചി എന്നൊക്കെ പറഞ്ഞുകാണ്ട് ആൾക്കാർ കുറേ ഇട്ടുനോക്കി മാത്രം. ഉപ്പിന് ശരിക്ക് ഉപ്പ് രുചി എന്ന് പറയാനേ പറ്റുള്ളൂ. അല്ലാതെ ഒരു പ്രത്യേക ഒരു ചിലൊരു ഉപ്പിനെ പറ്റി പുളി അറിയലുണ്ട്. ഉപ്പ് പുളിയല്ല ശരിക്ക്. പുളിങ്ങൻ്റെ ഒക്കെ പുളിക്കാ പുളി അറിയാം. ശരിക്കും ഉപ്പിനൊക്കെ ഉണ്ടാണ് ശരിക്കും ഉപ്പ് രുചി നിലവറയിൽ. ഏതായാലും ശരി, നിറത്തിന് പ്രത്യേക മണമൊന്നും ഇട്ടിട്ടില്ല. പിന്നെ മണത്തിനെ പിന്നെ വല്ലഹറു അന്ന മാതല്ലാക്കുവാന നിശ്ചയമായിട്ടും അൽഹറുള്ളത് നമ്മൾ പറഞ്ഞ രണ്ടാമത് പറഞ്ഞ കൗനുകൾ ഉണ്ടല്ലോ, അത് കഴിച്ച് ബാക്കിയുള്ളതൊക്കെ ലാ യറുള്ളു ഇല്ലാലില്ല ജിസാമി ജിസ്മുകൾക്കല്ലാതെ ആരും ആവൂല. ഫൈദാ തക്കറ അപ്പം നമ്മൾ ഇനി വിഷയത്തിൽ കിടക്കാം കേട്ടോ. മത്തിനുമൊക്കെ ഏച്ചുട്ടി കൊണ്ടുവരാം. ഫൈദാ തക്കറ അപ്പം അങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ അന്നൽ ആലമ് എന്നത് നല്ല ശ്രദ്ധിച്ചോ. സൂറിയും കുബറിയും നെറ്റിച്ചൽ കിട്ടണം. ആലം എന്ന സാധനം അഴിയാനും വയറാവും. അയിനുകളും അറലുകളും രണ്ടേ ആവുള്ളൂ. മൂന്നാമത്തെ ബുദ്ധി കോരപ്പെടൂല. വല്ല അയ്യാന അയിനുകൾ അജിസാമും ജവാഹിറു ജിസ്മുകളും ജൗഹറുകളും തീരുമാനമായി. ഫനഖൂലു നമ്മൾ പറയുന്നു കുല്ലു അൽ കുല്ലു ഹാദിസുൻ ഈ പറഞ്ഞതെല്ലാം എന്താണ്? ഹാദിസാണ്. അമ്മല്ലാറാളു ആറലുകൾ ഹാദിസാണ് പറയാൻ കാരണം ബാലുഹാബിൽ മുഷാഹദ അത് ശരിക്കും നോക്കിയിട്ട് കാണുന്നുണ്ട്. ഇത് ചലനം പോലത്തൊക്കെ നമ്മൾ എന്തെങ്കിലും കറക്കത്തി ബദ് സുക്കൂനി നിശ്ചലനത്തിന് ശേഷമുള്ള ചലനം പോലെ നമ്മൾ കാണുന്നുണ്ട്. അല്ലോ ഈ ബാദുൽമത്തി ഇരുളിന് ശേഷമുള്ള പ്രകാശം പോലെ നമ്മൾ കാണുന്നുണ്ട്. എന്നെ കാരണം ഇപ്പോൾ സഹാദി ബാദൽ ബയാദി ബയാദിന് ശേഷമുള്ള സവാദ് പോലെ. ഇപ്പോൾ ബാദുഹ ചിലതൊക്കെ ആദിസാകലോ അത് ബിദ്ദലീലി ദലീലോട്ട് കിട്ടി നമുക്ക് ചിലത് മറ്റു ചിലതൊക്കെ ആദിസാണ് എന്ന്. പോവാത് തൊറയാനു അദമി ഇല്ലായ്മ പുതുതാകലാണ്. കമാഫി അബ്ദാലിക്കാൻ മേൽ പറഞ്ഞതിൻ്റെ ഇതായിരിക്കും വിപരീതമുള്ളതുപോലെ. ഫൈനൽ കിതമ നിശ്ചയമായിട്ടും ഈ ഖദീമാകുക എന്ന് പറഞ്ഞത് യുനാഫിൽ അദമ ഇതിനോടെതിരാണ്, അദമിനോട് എതിരാകുകയാണ്. ജന്നൽ ഖദീമായ സാധനം പണ്ടേ ഉള്ളത് ഇൻകാന വാജിബല്ലിദാത്തിഹി അത് ലിദാത്തിഹി വാജിബായതാണെങ്കിലോ ഫലാഹിറുൻ പിന്നെ വളരെ ലാഹിറാന്ന് പറയണമെന്നൊന്നുമില്ല. ഇല്ല ഇനി വാജിബുല്ലിദാത്തി അല്ല ഖദീമിച്ചോളി. അള്ളാഹു സുബ്ഹാനഹു വ തആല വാജിബുല്ലിദാത്തിയാണ്. ലിദാത്തി അല്ലെങ്കിലോ ലസിമസ്തിനാദുഹു ഇലൈഹി വിദരീക്കിൽ ഈജാബി എന്നാൽ പിന്നെ ഈജാബിൽ ദരീക്കിലൂടെ ഏതിലേക്ക് ചേരണം? വാജിബുല്ലാത്തിയിലേക്ക് ചേരണം. അള്ളാഹിൻ്റെ സിഫത്തുകളൊക്കെ മാതിരി ഇത് സാദിറു അനി ഷൈബിൽ കസ്ദിവൽ ഇഖ്തിയാരി കാരണം കസ്ദ് ഇഖ്തിയാർ എന്ന് കേട്ടോ. കസ്ദ് ഇഖ്തിയാറോട് കൂടെ ശൈലത്തൊട്ടുണ്ടാകുന്നതൊക്കെ യകൂനു ഹാരിസം ബിൽ ലറൂറത്തി അതെന്തായാലും തികലും ലറൂറത്തൻ ഉറപ്പാണ്, അത് ഹാരിസേ ആവുള്ളൂ. വൽ മുസ്തരിദിൽ വാജിബിൽ മൂജിബി പിന്നാൽ കദീമായ വാജിബുല്ലിദാത്തിയായിരിക്കുന്ന സാധനത്തിലേക്ക് ചേർന്നതോ അത് കദീമും ലറൂറത്തൻ അത് കദീമുമാണ്, ലറൂറത്തൻ അതും ലറൂറത്താണ്. എന്ത് ലറൂറത്താണ്? ലറൂറത്തിനായി തഹല്ലുഫിൽ മാലൂനി അലിൽ ഇല്ലത്തി മാലൂന് ഇല്ലത്തിനെ തൊട്ട് തഹല്ലുഫാകൽ മുഹാലാണ് എന്ന് ലറൂറത്താൽ ലറൂറത്തായതിന് വേണ്ടി. എൻ്റെ ഷീർ ഞാൻ പറഞ്ഞുതരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മൽ അയ്യാൻ അപ്പോൾ അയ്യാനുകൾ ഹാദിസാകലാവുന്നത്
ഫലി അന്നഹ അയ്യാനുകളെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ലാ തഹ്ലു അനിൽ ഹവാദിസീൻ, ഹവാദിസിനെ തൊട്ട് ഒയ്യൂല. നമുക്കിപ്പോൾ എന്താ സ്ഥാപിക്കേണ്ടത്? ഈ ഐനുകൾ ഹാരിസാണ്. ഐനുകൾ ഹാരിസാ തീരുമാനിക്കുമ്പോൾ നമ്മൾ നോക്കണവർക്ക് അറിയോ, ഈ ഐനുമ്മൽ ഹാരിസുകൾ ഉണ്ടാകുന്നുണ്ട്, ഐനുമ്മൽ ഹാരിസുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതിപ്പോൾ ഒരു ഐനാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്ന സാധനം ഐനാണ്. ആണ്ടോ, ഈ ഐനിപ്പോൾ എന്തിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുക, ഇപ്പം അനങ്ങാതൊക്കെ ഇപ്പോഴോ അനങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അനങ്ങുക എന്നുള്ളത് അല്ലെങ്കിൽ അടങ്ങുക, മസലൻ അത് ഇതിന് ആദിസാവുന്നുണ്ട്, ഈ ഐനിക്ക് ആദിസാവുന്നുണ്ട്. അപ്പോൾ കൊല്ലുമാലായ അഹ്ലുൽ ഹവാദി, ഹവാദിസിനെ തൊട്ട് ഹാരി ആകാത്തതും പോകും ഹാരിസ്. അപ്പോൾ അതൊന്നും വികാരം ഹാരിസാണ്. വികാരം ഈ വസ്തുമ്മൽ ഏത് ഹാരിസാവുണ്ട്? ഒന്നുകിൽ ഹർക്കത്ത് അല്ലെങ്കിൽ സുക്കൂന്, രണ്ടാലും ഹാരിസാവുണ്ട്. ആ രണ്ടും ഹാരിസാണ്. ഹാരിസായ സംഗതി ഹാരിസുകൾ പിന്നെ ഇതാവും, അതിനെ തൊട്ട് ഹാരിയാകാത്ത ഒന്നാണ് വികാരം, ഹാരിസാണ് വികാരം. അമ്മൽ മുഖദ്ദിമത്തിലൂല. ഇനി ഓരോന്ന് സ്ഥാപിക്കുകയാണ്. രണ്ട് മുഖദ്ദിമ കൂടുമ്പോൾ നെത്തീജ കിട്ടുക. സോറി കുബർ കൂടുമ്പോൾ എന്തിട്ടുള്ളൂ? നെത്തീജ കിട്ടുള്ളൂ. നമ്മൾ മുഖദ്ദിമാനാണെങ്കിൽ ഒന്നാം മുതക്കത്ത് സോർ എങ്ങനെ പറഞ്ഞത്? എന്ത്? ലാ തഖ്ലു അനിൽ ഹവാദിസീന ഒന്നാമത്തെ. കുബ്ര പറഞ്ഞതോ കുല്ലുമാല യഖ്ലു അനിൽ ഹവാദി വഹുവ ഹാദിസുൻ നാർ അല്ലേ? അതിന് ഓരോന്ന് സ്ഥാപിക്കണം. അഞ്ഞ് വായിച്ച് ഫലിയന്നഹാ ലാ തഖ്ലു അനിൽ ഹർക്കത്തി വസുക്കൂനി. ഏത് നോക്കുകയാണെങ്കിലും ഐനുകൾ എന്ന സാധനം ഹർക്കത്ത് സുക്കൂനെ തൊട്ട് ഖാലിയാവില്ല, ഹർക്കത്ത് സുക്കൂനെ തൊട്ട് ഖാലിയാവില്ല. വഹുമ ഈ ഹർക്കത്തും സുക്കൂനോ ഹാരിസാനി, അത് ഹാരിസാനിയുമാണ്. അമ്മ ആദമുൽ ഹുലുവി അൻഹുമ, ഈ ഹർക്കത്തിനെ തൊട്ട് സുക്കൂനെ തൊട്ട് ഹാരി ആവൂല എന്നറിയാൻ കാരണം എന്താ? ഹർക്കത്ത് സുക്കൂനൊന്നും ഇല്ലാന്നുണ്ടായി കൂടെ നോക്കാം. ഫലിയന്നൽ ജിസ്മ അവിൽ ജൗഹറ, തടിയാവട്ടെ ജിസുല്ലാത്ത ജസയാവട്ടെ, ആ സാധനം ലാ യഖ്ലു അനിൽ കൗനി ഫി ഹയ്യിസിൻ, ഒരു മക്കാനിൽ ആകലിനെ തൊട്ട് അത് ഖാലിയാവില്ല. ഒരു സ്ഥലത്ത് ഏത് നിൽക്കുള്ളൂ? ഏതൊരു ഐനാണെങ്കിലും ജൗഹറായാലും അറളായാലും എവിടെ നിൽക്കുള്ളൂ? ഒരു സ്ഥലത്തേ അത് ഉണ്ടാവുള്ളൂ. തടിക്ക് നിൽക്കാൻ എന്ത് വേണം? സ്ഥലം വേണം. ഫൈൻകാന മസ്ബൂഖൻ ബി കൗനിൻ ആഖറ ഫീ ദാലികൽ ഹയ്യിസി ബി ഐനിഹി, ആ സാധനം അതേ സ്ഥലത്ത് തന്നെയാണ് അതിൻ്റെ മുമ്പത്തെ സെക്കൻഡിലുമെങ്കിൽ ഹുവ സാക്കിനുൻ, അത് അടങ്ങിയിരിക്കുകയാണ്. ആ വസ്തു നിന്നീനോട് തന്നെയാണ് നിൽക്കുന്നത് എങ്കിൽ ഇപ്പോൾ സാക്കിനാണ്. വൈലമേക്ക് മസ്ബൂഖൻ ബി കൗനിൻ ആഖറ, മറ്റൊരു കൗൻ കൊണ്ട് മസ്ബൂക്ക് അല്ല ചോളി ഫീ ദാലികൽ ഹയ്യിസി, ആ ഹയ്യിസിൽ മസ്ബൂക്ക് അല്ലെങ്കിൽ ഫിൽ ഹയ്യിസിൻ ആഖറ, വേറെ ഹയ്യിസിലാണെങ്കിൽ മുത്താരിക്കുമാണ്. ഇതാ ഈ വസ്തു ഇപ്പോൾ ഒരു ഹയ്യിസിലാണ് ഇപ്പം ഉള്ളത്. അത് ആ ഹയ്യിസിൽ നിന്ന് ഈ ഹയ്യിസിലേക്ക് നീങ്ങിയാൽ എന്തായി? മുത്തഹരിക്കായി. നിൽക്കോടെ തന്നെ നിൽക്കുകയാണെങ്കിലോ സാക്കിനുമായി. അതേ ഹയ്യിസ് തന്നെയാണ് കഴിഞ്ഞ സമയത്തുമെങ്കിൽ അത് സാക്കിന്, അല്ല പുതിയ ഹയ്യിസിലേക്ക് പോയിക്കണമെങ്കിലോ മുത്തഹരിക്ക്. ഇതന്നെയാണ് ഈ വേറെ ചില ആളുകൾ പറഞ്ഞതിൻ്റെ മാന. അൽ ഹർക്കത്ത് കൗനാനി ഫി ആനൈനി ഫി മക്കാനൈനി. ഹർക്കത്തിന് നിർവചനം അങ്ങനെ ചില രണ്ട് ആകലുകൾ രണ്ട് സമയത്ത് രണ്ട് മക്കാനിൽ, രണ്ട് മക്കാനിൽ രണ്ട് സമയത്ത് ആകണതിൻ്റെ പേരാണ് എന്ത്? അനക്കം. ഇങ്ങനെ വസുക്കൂനു, സുക്കൂന് പറഞ്ഞാൽ അടക്കം എന്ന് പറഞ്ഞാലോ കൗനാനി ഫി മക്കാനനി ഫി മക്കാനി വാഹിദീൻ, രണ്ട് സമയത്ത് ഒരു സ്ഥലത്ത് രണ്ട് കൗനുണ്ടാണതിൻ്റെ പേരാണെന്ത്? അടക്കം. രണ്ട് സമയം രണ്ടെണ്ണാണ്, പക്ഷെ നിൽക്കോടെ തന്നെ നിൽക്കുകയാണെങ്കിൽ എന്താ പറയും? അടക്കം. ഫൈൻകീല. അപ്പം എൻ്റെ ഒരു ചോദ്യം, നിങ്ങൾ അങ്ങനെ പറഞ്ഞാണ് അർക്കത്തും സുക്കൂനും ഇല്ലാതെക്കൂല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ കാട്ടിത്തരാം. ഫൈൻകീല ചോദിക്കോട്ടെ, യജൂസു ജായിസാവില്ല അല്ലായകൂന മസ്ബൂഖൻ ബി കൗനിൻ ആഖറ അസ്ലൻ. നിങ്ങൾ പറഞ്ഞത് ഒന്നിക്ക് അവിടെ തന്നെയാണ് ഈ കാരണം, അല്ലെങ്കിൽ വേറെ ആളുകളാണ് ഈ കാരണം. അതിന് അങ്ങനെ മുമ്പിൽ ഇല്ലാഞ്ഞാൽ മതിയല്ലോ. ഏത് അതിന് മുമ്പിൽ മസ്ബൂക്കനാകാൻ ഞാൻ പറഞ്ഞു. അസല തീരെ തന്നെ വേറെ കൗലുകൊണ്ട് മസ്ബൂക്കാകാൻ ഞാൻ പോരെ. കമാഫി ആനിൽ ഹുദൂതി, ഇപ്പം ഉണ്ടായ സെക്കൻഡിലാണ് കയറും. അതാണ് ഇപ്പം ഉണ്ടായതാണ് ഈ കയറും. അതിന് മുമ്പത്തെ സെക്കൻഡ് ഉണ്ടാണെങ്കിൽ മുമ്പ് ഉണ്ടാണ്. അതിനിപ്പം ആ ഹുദൂസിൻ്റെ സെക്കൻഡിലാണെങ്കിൽ പിന്നെ മസ്ബൂക്കാവില്ലല്ലേ. ഫലായക്കൂന് താരിക്കന്നെ, അപ്പോൾ താരിക്കും ആവൂല. കമലായക്കൂന് സാക്കിനെ, അപ്പോൾ സാക്കിന് എന്ന് പറയാൻ പറ്റൂല.
കഴിഞ്ഞ സമയം ആ അവിടെ തന്നെ ആണെങ്കിൽ നമ്മളെന്ത് പറയും, നമ്മൾ സാക്കിന് അറിയും, വേറെ സ്ഥലത്താണെങ്കിലും മുതാരിക്കെന്നും പറയുന്നതാണ്. അത് അപ്പം തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ വെച്ചാൽ പോരെ, നവീന മുതാരിക്കും സാക്കിനും ആകാമെന്നൂടെ. കൊല്ലവിടെ അറിയും ഹാദൽ മൻ, നിങ്ങളെ ഈ ലാനുസൽറ്റി ചോദ്യം, നിങ്ങളെ ഈ മന്നയിലാ എതിർന്ന് നമ്മളെ ബുദ്ധിമുട്ടാക്കൂല. എന്താ കാരണം, ലിമാ ഫീഹി, നിങ്ങളുടെ സ്ഥിരമായ ഒന്നിന് വേണ്ടി അവൻ തസ്ലീമിൽ മുദ്ദ അസമ്മതിക്കലിനാൽ നമുക്ക് ഹാജിസാണ് സ്ഥാപിച്ചുകൊണ്ടിട്ടുണ്ട്. നമ്മൾ ഹുദൂസിൻ്റെ നേരത്തുണ്ടായത് കാരണോട് അപ്പോൾ ഓടുകൂടി സാധനം കദീമല്ല ഹാജിസാന്ന് സംബന്ധിച്ച് നമ്മളിപ്പോൾ ആകെ ആലം ഹാജിസം സ്ഥാപിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുദ്ദയുടെ അംഗീകരിക്കലുണ്ടായില്ലേ. അലാനൽ കലാമ ഫിൽ അജ്സാമി, അതിന് പുറമെ ഞങ്ങൾ ചർച്ചൻ്റെ എവിടെ അറിയോ, ഫിൽ അജ്സാമി ജിസ്മളെ പറ്റിയാണ്. ഇപ്പം ഉണ്ടാകുന്ന പറ്റി എല്ലാം ചർച്ച എടുക്കണേ. ഇപ്പോൾ ഈ ആകാശം ഭൂമിൻ്റെ ഒരു കാലത്തിറങ്ങാനുമായി അതിനെ പറ്റിയതാ. അല്ലതി താറ്റത്ത് ഫീഹൽ അക്കുവാനും, കൗനുകൾ എത്രയോ മുതാജിദാവുകയും തജിദത്ത് ഫിയാലഹിൽ അസാറു അൽ അസ്മാനും, കാലങ്ങളും ജമനുകളും എത്രയോ പുതുകി പോവുകയും ചെയ്ത അതിനെപ്പറ്റി ഞങ്ങൾ ചർച്ച നടത്തണേ തന്നെ. നിങ്ങളിപ്പോഴും ഉണ്ടാകുന്നതിനെ പറ്റി, കൂന് പൊന്തുന്നതിനെ പറ്റി, പൊന്തിയതിനെ പറ്റി നമുക്ക് ചർച്ച ഇല്ല തന്നെ. ഇപ്പോൾ അവിടെ ഇനി ഉണ്ടായാൽ തന്നെ ബേജാറുമില്ല. അമ്മഹദൂസുഹുമ ഫലി എന്ന അഞ്ഞിപ്പോ ഇനി അത് ഹദീസാണെന്ന് നോക്കണ്ടേ. ഇപ്പം നമ്മൾ എന്ത് സ്ഥാപിച്ചു, ഇപ്പം ഹർക്കത്തെ സുക്കൂനും രണ്ടോലൊന്നും ഇല്ലാതെ കൂലാന്ന് ഉറപ്പായി. ഇനിയിപ്പോൾ ഹർക്കത്തും സുക്കൂനും അത് ഹദീസായി എങ്ങനെ തീരുമാനിക്കൽ എങ്ങനെയാണ്? എന്നാൽ ഞാൻ അവിടെ നിൽക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമ്മാ ഹുദൂസുഹുമ, അപ്പോൾ ഈ ഹറക്കത്തും സുക്കൂനും ഹാദിസാകലാവുന്നു. നമ്മൾ പറഞ്ഞു ഇനി ഹറക്കത്തും സുക്കൂനും ഹാദിസാവുമ്പോൾ ഹറക്കത്തും സുക്കൂനും നിൽക്കുന്ന വസ്തുവും ഹാദിസൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഹറക്കത്തും സുക്കൂനും ഹാദിസാൽ എങ്ങനെയാണ്? ഫലിയന്നഹുമാ മിനൽ അയറാലി, കാരണം അവ രണ്ടും അറലിൽ കൊടുത്തിൽപ്പെട്ടതാണ്. വഹിയ വൈറുവാക്കിയത്തിൻ, ഈ അയറാല് അതോ അത് ബാക്കിയാകാത്ത സാധനമല്ല. അയറാല് കാരണം വൈറുവാക്കിയത്താണ്. അതിനും പുറമെ വലിയന്ന മാഹിയത്തൽ ഹറക്കത്തി, ഈ ഹറക്കത്തിൻ്റെ മാഹിയത്താവുന്ന തക്തീന്ന് ഖബർ വരുന്നുണ്ട് കേട്ടോ. ലിമാ ഫിഹാമിൽ ഇന്തികാലിമിൻ ഹാലിൻ നില ഹാലിൻ, ഒരു ഹാലിന്ന് മറ്റേ ഹാലിക്ക് നീങ്ങുന്നതിനാൽ ആകുക എന്ന് പറയുന്ന മാഫിഹ കാരണമായിട്ട് മാഹിയത്തിൻ്റെ ഹർക്കത്തിൻ്റെ മാഹിയത്താവുന്ന തക്തീ അത് തേടുന്നതാണ് മസ്ബൂക്കിയത്ത് ബിൽ വൈരി, ഒരു വയറിൻ്റെ ബാക്കിൽ വരണം. എപ്പോഴും മൂപ്പര് മസ്ബൂക്കാവണം. എന്തുകൊണ്ട്? മറ്റൊന്നുകൊണ്ട് മസ്ബൂക്കാവണം എന്ന് മൂപ്പർക്ക് നിബന്ധനയാണ്. അത് തേടുന്നുണ്ട്. അപ്പം മറ്റൊന്നിന് മസ്ബൂക്കാകുക എന്ന് പറഞ്ഞത് വല്ലസിനിയത് ദുനാഫിഹ, പണ്ടേ ഉള്ളതാകുക എന്ന് പറഞ്ഞതിനെതിരുവാണ്. വൈറുകൊണ്ട് മസ്ബൂക്കായതിനെതിരുവാണ്. ഇനി മറ്റൊരു കാരണം വലിയെണ്ണ കുല്ല ഹർക്കത്തിൻ, കാരണം മാത്രവുമല്ല എല്ലാ ഹർക്കത്തും ഫഹിയാല തകല്ലി, അത് തീർന്നു പോകലിൻ്റെ മേലിൽ, തകല്ലിൻ്റെ മേലിലാണ്. അദ്ബിൽ ഇസ്തിഖറാർ, അദ്ബിൽ ഇസ്തിഖറാറിൻ്റെ മേലിലാണ്. ഉറക്കണില്ല, അതങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുല്ലു സുക്കൂനിൻ ഫഹോ ജായിദു സവാരി, ഏത് സുക്കൂനും അത് എന്തിന് അനുവദനീയമാണ്, നിർബന്ധമല്ലെങ്കിലും സവാൽ അനുവദനീയമാണ്, മുംകിനായതാണല്ലോ. അന്ന കുല്ല ജിസ്മിൻ വഹുവ കാവുലിൽ ഹർക്കത്തിൻ ബിൽ ദറൂറ, കാരണം ഏതൊരു ജിസ്മും ഹർക്കത്തിനെ സ്വീകരിക്കാവുന്നതാണല്ലോ, സ്വീകരിച്ചിട്ടില്ലെങ്കിലും സ്വീകരിക്കാം എന്ന സ്ഥിതിയിലാണല്ലോ ഉള്ളത്. ബിൽ ദറൂറത്താണല്ലോ. അപ്പോൾ ഏത് സുക്കൂനും ഏത് അടക്കവും എന്താകാം, നീങ്ങിപ്പോകൽ അനുവദനീയമാണ്. വാക്കതേറത്ത നിശ്ചയിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അന്ന മാ നിശ്ചയമായിട്ട് ഒന്ന് യജൂസ് അതമുഹു യംതനു കിതമുഹു, അതുമു ജായിസായ ഏതും കദീമാകൽ മുഹാലാണ് എന്ന് മുമ്പ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണിപ്പം ഒന്നാമത്തെ മുഖദ്ദിമ തീരുമാനാക്കിയത്. രണ്ട് മുഖദ്ദിമയാണ് ഇപ്പോൾ നമ്മൾ വെച്ചത്. അപ്പോഴാണ് നതീജ കിട്ടുന്നത്. ഒന്നാമത് മുഖദ്ദിമ പറഞ്ഞാൽ എന്താ, ഇനി അയ്യാനുകളൊന്നും ഹവാദിസിനെ തൊട്ട് ഒഴിയൂല. രണ്ടാമത്തെ മുഖദ്ദിമ എന്താണ്, ഹവാദിസ് തൊട്ട് ഒയ്യാത്തതൊക്കെ ഹാരിസും ആയിരിക്കും. ഇനി അതാണ് ഇനി സ്ഥാപിക്കാനുള്ളത്. അമ്മൽ മുഖദ്ദിമത്ത് സാനിയത്തു, രണ്ടാം മുഖദ്ദിമ ഹവാദിസ് തൊട്ട് ഒയ്യാത്തതൊക്കെ. പിന്നെ അപ്പോൾ ഫലി അന്ന മാല യഹ്ലുന ഹവാദിസി, ഹവാദിസ് തൊട്ട് ഹാലിയാകാത്ത സാധനം ലൗ സബത ഫിൽ അസലി, അത് അസലിൽ സാബിത്താണെങ്കിൽ ലസിമ സുബൂത്തുൽ ഹാദിസി ഫിൽ അസലി, അപ്പോൾ പിന്നെ ഈ ഹാദിസും അസലിൽ സാബിത്താന്ന് പറയേണ്ടി വരും. ഓ മുഹാലുൻ, അത് മുഹാലുമാണ്. അപ്പോൾ അത് തീരുമാനാക്കിയതുകൊണ്ട് രണ്ട് മുഖദ്ദിമ തീരുമാനോട് നെത്തിക്ക് തീരുമാനമായി. ഇനി വഹാഹുന, ഇവിടെ ഉണ്ട് അബ്ഹാസുൻ, കുറേ ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. നിങ്ങളിപ്പം പറഞ്ഞൊക്കെ നമുക്ക് കേട്ടു എന്നല്ലാതെ ആ കേട്ടതിൽ ചിലത് നമുക്ക് സംശയമുള്ളതുണ്ട്. ചോദിക്കേണ്ട ചോദ്യം ഒന്ന്, അന്നഹു നിശ്ചയമായിട്ട് കാര്യം ലാ ദലീലൻ ഹിസാരിൽ അയ്യാനി, നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് ഐനുകൾ അതും പലതിനാൽ ഉണ്ടായി തീർന്നാണെങ്കിൽ ജിസ്മാണ്, അല്ലെങ്കിൽ ജൗഹറാണ് പറഞ്ഞില്ലേ. അപ്പോൾ ആകെ രണ്ട് സാധ്യത ഞങ്ങൾ വെച്ചത്. അയ്യാനുകൾ മുന്നസറാകലിന് ദലീലില്ല ജവാഹിർ അജ്സാമിൽ,
അത് മൂന്നാമത്തോ ഉണ്ടായിക്കൂടെ? ആര് പറഞ്ഞു ജൗഹറും അജ്സാമും രണ്ടെണ്ണം പിന്നെ അജ്സാന് മാത്രമേ ഉള്ളൂ അയ്യാന് എന്ന് പറഞ്ഞില്ല? അതിനെന്താ ദലീലില്ലല്ലോ. മാത്രമല്ല വന്ന എംതനി ഉജൂദ് മുംകിനി യക്കൂബി ദാത്തി, സ്വയം നിലനിൽക്കാവുന്നൊരു മുംകിൻ ഉണ്ടാകാൻ പറ്റുമല്ലോ. വലാക്കുന് മുത്തഹയ്യിസൻ നസ്ലൻ, ഇങ്ങോട്ട് ഒരു സ്ഥലത്ത് മുത്തഹയ്യിസ് ആകാതെ ബിദാത്തിഹി നിൽക്കുന്ന ഒരു മുംകിൻ ഉണ്ടാകണേന് ഇപ്പം എന്താ? അത് മഹാലൊന്നും അല്ലല്ലോ. കാരണം ഇപ്പോൾ ഫൽസഫക്കാർ പറയണൊക്കെ ലൊക്കൂലി അസ്വകാരം നോക്കുന്നു ഒക്കൂൽ അസ്ര പോലെ അതുപോലത്തെ നുഫൂസിൽ മുജറദത്തില്ലത്തി തക്കൂൽബിയിൽ വരാശുഖത്ത് ഫൽസഫക്കാർ പറയുന്ന നുഫൂസ് മുജറദ് പോലെ ദാത്തില്ലാത്ത കുറേ ആത്മാക്കളൊക്കെ അതൊക്കെ ഉണ്ടാവാമല്ലോ. അപ്പോൾ പിന്നെ ഈ നിങ്ങളെങ്ങനെ രണ്ടെണ്ണത്തിൽ മുന്നസ്രാന്ന് പറയല്? അതിന് ജവാബ്, അതിന് മറുപടി അന്നൽ നിശ്ചയമായിട്ടും ഇവിടുത്തെ വാദം ഹുദൂസുമാ സബത വജൂദുഹു ബിദ്ദലീലി, ദലീല് കൊണ്ട് ഉണ്ട് എന്ന് സ്ഥാപിത്തായത് ഹദീസാകല എന്നുള്ളതാണ്. അവർക്ക് കഴിഞ്ഞ വായിക്കാൻ പോകണുള്ളൂ. ഒന്നെന്തിനാൽ മുഖ്യനാത്തിനാൽ ഹുദൂസുമാ സബത്ത വജൂദുഹു ബിദ്ദലീൽ, ഒരു വസ്തു ഉണ്ട് എന്ന് ദലീല് കൊണ്ട് നമുക്ക് സ്ഥാപിത്തായതുണ്ടല്ലോ, അത് ഹാദീസാണ് എന്നാണ് നമ്മളെ വാദം. മറ്റവിടെ നിൽക്കട്ടെ, നിങ്ങൾ പറഞ്ഞ പോലും നുഫൂസ് മുജറദ് അവിടെ നിൽക്കട്ടെ, ഉണ്ട് എന്ന് സ്ഥാപിത്ത സാധനമാണ് എൻ്റെ മുമ്പിലുള്ള ഈ സാധനം. അതിപ്പോൾ എൻ്റെ മുമ്പിലുള്ള സാധനം അയാത് ഇവര് മുക്കിനകത്താണല്ലോ. ഇങ്ങനെയുള്ളതായ സാധനം ഹാദീസാണ് നമ്മളെ വാദം. മറ്റത് നമുക്ക് പിന്നെ വേറെ ചർച്ച ചെയ്തുണ്ടോ അല്ലേ തീരുമാനമായിട്ടെന്നിട്ട് വഹുവ അത് അല്ല അയ്യാനുൽ മുതഹയ്യിസത്തു, നമ്മൾ കാണുന്ന പത്രമേ ഉള്ളൂ കുറേ ഹയ്യിസിൽ നിൽക്കുന്ന അയിനുകളും വല്ല അയറാളു കുറേ അയറലുകളും. ഇത്ര ഇപ്പം നമ്മളെന്തുണ്ട് ഉണ്ടെന്ന് ഇപ്പം നമുക്ക് ഉറപ്പായതുള്ളൂ. പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞാലേ അത് നമുക്ക് വേറെ ചർച്ച നടത്താം, വേറെ ഉണ്ടോ അല്ലേ എന്നുള്ളത്. അയിന് കാരണം എന്നാൽ അതില്ലത്തെ ഉജൂദിൽ മുജറദാത്തി വൈറുദാമത്തിൻ, നിങ്ങൾ പറഞ്ഞ നുഫൂസ് മുജറദത്തിൻ്റെയും ഉക്കൂലിൻ്റെയും ഒക്കെ വുജൂദിന് നിങ്ങൾ പറഞ്ഞ ദലീലുകൾ ഉണ്ടല്ലോ, ഈ ഫൽസഫക്കാർ പറഞ്ഞ ദലീലുകൾ, അത് വൈറു താമത്തിൻ, അതൊന്നും ഒരു താമ ദലീലല്ല. അതൊക്കെ ഒരു വാദം മാത്രമാണ്. അലാമ ഉയ്യനബിൽ മുത്തവലാത്തി, അതൊന്നും നമ്മൾ ഈ കൊച്ചു കിതാബല്ലാത്ത മുത്തവലാത്ത കിതാബിൽ ബാൻ ചെയ്യപ്പെട്ട പ്രകാരം. രണ്ടാമത്തത് ഒരു 4 ചോദ്യമാണ് ബാക്കിയുള്ളത്. ഹാഹുന അബ്ഹാസ് എന്ന് പറഞ്ഞാൽ 4 ബഹസാണുള്ളത്. ഒന്ന് എന്താണ് നമ്മൾ ഈ പറഞ്ഞാണ് അങ്ങനെ രണ്ടെണ്ണത്തിൽ മുന്നസ്രാന്ന് പറഞ്ഞ് കിട്ടിയത്, മൂന്നാമത്തോ നാലാമത്തോ ഒക്കെ ഉണ്ടായിക്കൂടെ? അതിന് നമ്മൾ വേണ്ടി പറഞ്ഞു. ഇനി രണ്ടാമത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസാനി, രണ്ടാമത്തത് അന്ന മാതുക്കറ, നിശ്ചയമായിട്ടും പറയപ്പെട്ട ഒന്ന് ലായതുല്ലു, അത് അറിയിക്കൊന്നുമില്ലല്ലോ, അലാ ഹുദൂദി ജമീഇൽ അറാളി, എല്ലാ അറളും ഹാദീസാണെന്ന് അറിയിക്കില്ലല്ലോ. ഇപ്പം നമ്മൾക്ക് നിങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായി കുറേ നമ്മളിങ്ങനെ കാണുന്ന കിതാബത്ത് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനത്തെ ആറൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ആയറുള്ളതെന്ന് നമുക്ക് മനസ്സിലായി, അല്ല ഹാദീസാന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പം എല്ലാ അയറാളും ഹാദീസാന്ന് എങ്ങനെ മനസ്സിലാവുമോ? മനസ്സിലാവില്ലല്ലോ. ഇത് കാരണം മിൻഹ അയറാദിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ മാ വന്ന് ലായുദ്റക്കുബിൽ മുഷാഹദത്തി ഹുദൂസുഹു വല ഹുദൂസു അൽദാദിഹി, അത് ഹാദീസാണ് എന്നോ അതുകൊണ്ട് പിന്നെ വിദ്ദുകൾ ഹാദീസാണ് എന്നോ ഒന്നും മുഷാഹദോട് ഇതറാക്കി ചെയ്യപ്പെടില്ലല്ലോ. ഉദാഹരണം പറഞ്ഞ രാക്കൽ അയറാദിൽ കായ്മത്തി ബിസമാവാത്തി, ആകാശങ്ങളിൽ നിലനിൽക്കുന്ന അയറാദുകളെ പോലെ. നമ്മളിപ്പോൾ നോക്കുമ്പോൾ സാധനങ്ങൾ ആകാശം എന്ന് പറയുന്നു, ഇനി അവിടെ എന്തെങ്കിലും ഹർക്കത്തോ അതിന് ബുദ്ധാവുന്ന സുക്കൂനോ ഉണ്ടോ, അതല്ല സവാദ് വയാൾ അവിടെ ഉണ്ടോ അല്ലേ, അതൊന്നും ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ഉണ്ടായാലും നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ലഷ്കാരി കുറേ ആകൃതികളാലും വലിയ ഇംതിദാദാത്തി കുറേ ഇംതിദാദാത്തുകളാലും, ഇംതിദാദാത്ത് തന്നെ ഇതിൻ്റെ തൂല് അറള് ഉമുക്ക്, അതിനാണ് എന്താ പറയുക ഇംതിദാദാത്ത് അറിയാം. അതുപോലെ തന്നെ അള്ളാഹി ലൗകളൊക്കെ പോലെ അതൊക്കെ ഇപ്പോൾ പറഞ്ഞു വയ്ക്കാന്നല്ലാതെ നമ്മളാരും ഇപ്പം അന്ന് കണ്ടോണ്ടും കണ്ടിട്ടില്ല, അതിൽ പോയി തൊട്ടറിഞ്ഞിട്ടൊന്നും ഇല്ല. വൽ ജവാബ്, അതിന് മറുപടി അന്ന ഹാദ വൈറു മുഹില്ലിം ബിൽ ഒറലി, നിങ്ങൾ ഈ പറഞ്ഞ ഒന്നും നമ്മളെ ആലം ഹാദിസാണെന്ന് സ്ഥാപിക്കാൻ പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുറല്ലനെ ഇതൊന്നും ഭംഗം വരുത്തൂല. ഇല്ല അന്ന ഹുദൂസൽ അയ്യാനി, കാരണം ഐനുകൾ ഹാദിസാകലിനെ സ്ഥിതി തേടുന്നുണ്ടല്ലോ. ഹുദൂസൽ അയറാളി, അറളുകൾ ഹാദിസാകലിന് അയിന് ഹാദിസാവുമ്പം ആ അയിനുമ്പലാണല്ലോ ഏത് നിൽക്കുന്നത്, അറള് നിൽക്കുന്നത്. അപ്പം അതിനൊക്കെ ഹാദിസാവുമ്പം പിന്നെ അയിന്മ നിൽക്കുന്ന അറളും എന്തൊക്കെയാ ഹാദിസാവുമല്ലോ. ലറൂറത്താൻ ഹാലാതാക്കുമോ ഇല്ലാ ബിഹ, കാരണം അയറാളുകൾ നിലനിൽക്കൂലല്ലോ അയ്യാനുകളില്ലാതെ. പിന്നെ അസാലിസ് മൂന്നാമത്തത് അന്നൽ അസല,
ഈ അസല് എന്ന സാധനം ഉണ്ടല്ലോ, നമ്മൾ അസലുണ്ട് അറിയണ്ടല്ലോ. ഈ അസല് എന്ന സാധനം ലൈസ ഇബാറത്തൻ ഹാരത്തി മഖ്സൂസത്തിൻ, ഒരു മഖ്സൂസ്, ഇത് ചോദ്യകർത്താവിന് ചോദ്യം കേട്ടോ. ഒരു മഖ്സൂസത്തെ ധരിക്കുന്ന ഒരു അവസ്ഥയെ പറ്റി അല്ലല്ലോ ഈ അസല് അറിയണത്. അസല് കാരണം നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ടൈമിന് അസൽ എന്ന് പറയുന്നു, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ബഹത്ത എൽസമി വുജൂദിൽ ജിസ്മി ഫിഹ, അങ്ങനെയാണെങ്കിലല്ലേ ആ അസലിൽ ഒരു ജിസ്മ ഉണ്ടാകലിനാൽ നിർബന്ധമാവുള്ളൂ. വുജൂദിൽ ഹവാദിസ് ഫിഹ, ആ അവകളിലുള്ള ഹവാദിസിൻ്റെ വുജൂദും. ബൽ എങ്കിലും ഹുവ ഇബാറത്തുൻ, ഈ അസൽ എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നതാണ് എന്തിനെ തൊട്ട്, അദ്മിൽ അവ്വലിയത്തീൻ, തുടക്കമില്ലായ്മ എന്ന് അതിനർത്ഥം അസൽ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിലോ ഔ അനിസ്തിംറാരിൽ വുജൂദി ബി അസ്മിനത്തി മുഖദ്ദറത്തിൻ വ മുതനാഹിയത്തിൻ ഫി ജാനിബിൽ മാളി, മാലിൻ്റെ ജാനിബും ഉണ്ടാവും, മുസ്തഖ്ബലിൻ്റെ ജാനിബും ഉണ്ടാവും. മാലിൻ്റെ ജാനിബിലുള്ള അറ്റമില്ലാത്ത ഒരു സാങ്കല്പികമായ സമാനിൽ എത്തിക്കപ്പെടൽ മുസ്തമിറാകുക എന്നാണ് അതിൻ്റെ മാന, ഈ അസലിൻ്റെ മാന. ഇങ്ങനെയൊക്കെയാണല്ലോ അസലിൻ്റെ മാന. ഓ മാന അസലിയത്തിൽ ഹറക്കാത്തിൽ ഹാദിസത്തി, ഈ ഹാദിസായ ഹറക്കത്ത് അസലിയാകുക എന്ന് പറഞ്ഞതിന് ഉദ്ദേശിക്കുന്നത് അന്നഹു മാമിൻ ഹറക്കത്തിൻ ഇല്ലാ വഖബല ഹറക്കത്തുൻ ഉഖറ, ഒരു ഹറക്കത്തും ഇല്ല മുമ്പ് വേറെ ഹറക്കത്തുണ്ടായിട്ടല്ലാതെ എന്നാണ് അതിൻ്റെ മാന. ലാ ഇലാ ബിദായത്തിന്, അറ്റമില്ലാതെ ഒരു ഹറക്കത്ത് അതാകുന്ന പറഞ്ഞതിൻ്റെ മാന. ഹറക്കത്ത് ഞങ്ങൾ ഹാദിസാകുക അസലുണ്ടാകുക എന്ന് പറഞ്ഞതിൻ്റെ മാന എന്താണ്? ഒരു ഇറക്കത്തുണ്ടെങ്കിൽ അതിന് മുമ്പ് ഇറക്കത്തുണ്ടാവും, അതിന് മുമ്പ് ഇറക്കത്തുണ്ടാവും, അതിന് മുമ്പ് ഇറക്കത്തുണ്ടാവും, അങ്ങനെ പോകുന്നാണ് പറയണത്. അപ്പോൾ ഹാദാഹു മദ്ഹബുൽ ഫലാസിഫത്തി, ഇത് ഫൽസഫക്കാര മദ്ഹബുമാണ്. വഹും യുസല്ലിമൂന, അവിടെ യുസല്ലിമൂന എന്ന് വായിക്കണ്ട കേട്ടോ. അവർ അംഗീകരിക്കുന്നവരാണല്ലോ അന്നഹു, നിശ്ചയമായിട്ടും കാര്യം, ലാ ഷൈഅ മിൻ ജുസിയാത്തിൽ ഹർക്കത്തി, ഹർക്കത്തിൻ്റെ ജുസിയാത്തിൽ നിന്നൊരു ഷെയ്യും തന്നെയല്ല, ബി കദീമിൻ, കദീമല്ല എന്നോല് അംഗീകരിക്കണമുണ്ടല്ലോ. ഇന്നമൽ കലാമുബിൽ ഹർക്കത്തിൽ മുത്തലക്കത്തി, നമ്മളെ ചർച്ച മുത്തലക്കൻ ഹർക്കത്തിൻ്റെ കാര്യത്തിലാണ്, അല്ലാതെ ഒരു പ്രത്യേക വസ്തുവിൻ്റെ ഹർക്കത്ത് വെച്ചിങ്ങാണ്ട് അയിമക്കല്ല പറയുന്നത്, മുത്തലക്കൻ ഹർക്കത്തിനെ പറ്റി നമ്മൾ പറയണത്. അപ്പോൾ ജവാബു, അങ്ങനെ നിങ്ങളിപ്പോൾ ഫൽസഫക്കാരത്ത് അംഗീകരിച്ച മാതിരി ആയില്ലേ എന്ന് പറഞ്ഞാൽ അതിന് മറുപടി അന്നഹു, നിശ്ചയമായിട്ടും കാര്യം, ലാ വുജൂദലിൽ മുത്തലഖി ഇല്ലാ ഫീ ദിംനി ജുസി, അതിന് മുത്തലക്ക ഹർക്കത്തിൻ്റെ ഹർക്കത്തില്ല. ഈ മുത്തലക്ക ഹർക്കത്തിൻ്റെ ഹർക്കത്ത് ഉണ്ടായാലെങ്ങനെ? മുത്തലക്കാർക്കത്തിന് അർക്കത്തില്ല. അർക്കത്തുണ്ട് കാരണം ഏതോള്ളൂ അറിയോ, ഏതോ ഒരു ജുസിയാർ സാധനം അനങ്ങുന്നുണ്ടെങ്കിൽ അപ്പം മുത്തലക്കൻ അനക്കുണ്ടാകുക എന്നല്ലാതെ ഒരു ജുസിയ അനക്കത്തിന് ലിമിലായതുകൊണ്ട് ഏതിന് ഉജൂതുള്ളൂ. ഇപ്പോൾ ഇൻസാൻ്റെ ഉജൂദില്ലല്ലോ. ഇൻസാൻ ഉജൂദിൻ്റെ സെയ്ദ് അമ്പർ പോലുള്ളതായിരുന്ന ഫർദിൻ്റെ ഉജൂദല്ല ആരെ ഉജൂദ്, ഇൻസാൻ്റെ ഉജൂദ്, അല്ലാതെ ഇൻസാൻ്റെ ഉജൂദില്ലല്ലോ. എന്ന പോലെ മുത്തലക്കൻ അർക്കത്ത് ഉജൂദാണ് ഉജൂദില്ല. അതിന് ഉജൂദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതിനും ലിമിലുള്ള ജുസീൻ്റെ ലിമിനെ കൊണ്ടുള്ള ഉജൂദ് മുത്തലക്കം ഉജൂദാണ്, അത് ഉജൂദുള്ളൂ. ഫലാത്ത സഫറു കിദമുൽ മുത്തലക്കി മഹദൂസി കുല്ലി ജുസിമിൽ ജുസിയാത്തി, ജുസിയാത്തിൽപ്പെട്ട എല്ലാ ജുസിയും ഹാദിസാണെന്ന് സമ്മതിച്ചോട് കൂടെ തന്നെ പിന്നെ മുത്തലക്കിൻ്റെ കദീമാകാൻ തന്നെ കോലപ്പെടൂല. ഇപ്പോൾ പറഞ്ഞപ്പോൾ എന്താണ് മുത്തലക്കൻ്റെ ഉദൂസ് കദീമാകുക, ഫൽസഫക്കാർ പറഞ്ഞ ഇവിടുത്തെ വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഉള്ള ഹാരിസാക എന്ന് പറഞ്ഞ ഏതാണ്, ഒരു ജുസിയാതായിരിക്കുന്ന സംഗതി പറഞ്ഞുകാണ്ട് അതാണ് നമ്മൾ ഹാരിസ എന്ന് പറയുന്നത്. അതേ സ്ഥലത്തിൽ മുത്തലക്കൻ വുജൂദ് എന്താകല കദീമാകാമല്ലോ എന്ന് പറഞ്ഞതിന് മറുപടി അതിന് മുത്തലക്കൻ സാധനം വുജൂദില്ല, ഏതിൽ ദുല്ലിനെയും കൊണ്ടല്ലാതെ ഈ ജുസീന് വുജൂദാണ്. ദിമ്നിയ ഹാരിസാണ് സംഗീഹിച്ച് തന്നെ പിന്നെ മുത്തലക്കൻ വുജൂദ്, മുത്തലക്കൻ അതും പിന്നെ ഈ സംഗതികളൊക്കെ എന്തായി മാറും, ഹർക്കത്ത് സുക്കൂന് പോലുള്ളതൊക്കെ എന്തായി മാറും, അതൊക്കെ പിന്നെ ഹാരിസ് തന്നെയാണ് ഈ കാര്യം. ഈ 8 ചോദ്യം ബാക്കിയുണ്ട്. റാബി നാലാമത്തത് അന്നഹു, നിശ്ചയമായിട്ടും കാര്യം, ലൗകാന കൊല്ലു ജിസ്മിൻ ബി ഹയ്യിസീൻ, എല്ലാ ജിസ്മും ഹയ്യിസിലാണെങ്കിൽ, ഇതൊരു ജിസ്മാണ്, ഇതൊരു ഹയ്യിസിലാണല്ലോ നിൽക്കുന്നത്, ഇത് വേറെ ജിസ്മാണ്, ഇതൊരു ഹയ്യിസിലാണ് നിൽക്കുന്നത്. എല്ലാ ജിസ്മും ഹയ്യിസിലാണെങ്കിൽ ലസിമ അദമു തനാഹിൽ അജിസാമി, അങ്ങനെ ആവുമ്പം ജിസ്മുകളൊക്കെ തനാഹി അല്ല എന്നുള്ളത് ലാസിമാവൂലേ. എല്ലാ ജിസ്മും നിൽക്കുന്നത് എവിടെയാണ്? ഒരു ഹയ്യിസിലാണ്. എല്ലാ ജിസ്മിന് പാടുണ്ടല്ലോ, എല്ലാ ജിസ്മും നിൽക്കുന്നത് ഹയ്യിസിലാണ്. അങ്ങനെ വെക്കുമ്പോൾ ഈ ജിസ്മുകളുടെ ഒക്കെ തനാഹി അല്ല, അറ്റമില്ല എന്നുള്ളത് ലാസിമാവൂലേ. നമുക്കിപ്പോൾ ജിസ്മ ഒരു എണ്ണപ്പെട്ട ജിസ്മെ അല്ല പഠിച്ചിട്ടുള്ളൂ എന്നല്ല പറയുന്നത്. അപ്പോൾ അതും ഒരു മുത്തനാഹി ആവൂലേ. കാനലി അന്നൽ ഹയ്യിസ, ഹയ്യിസ് എന്ന് പറഞ്ഞാൽ ഹസ്വത്തുഹുൽ ബാത്തിനു. ഇതാ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു ജിസ്മെന്ന് വെച്ചോ, ഇതൊരു ജിസ്മാണല്ലോ. ഈ ജിസ്മിന് ഇവിടെ ഇങ്ങനെ ഒരു സംഗതി, ഇവിടെ ഒരു സംഗതി നമ്മൾ ഉണ്ടാക്കുകയാണ്, അതിൻ്റെ ഉള്ളിലാണ് ഇത് നിൽക്കുന്നത്. അങ്ങനെ
അൽ സത്ഹുൽ ബാത്തിനു മിനൽ ഹാവി. ഹാവി ഇത് നമ്മൾ പഠിച്ച ഹാവി മഹവി ഇങ്ങനെ രണ്ടെണ്ണമുണ്ട്. ഹാവി മഹവി ഇങ്ങനെ രണ്ടെണ്ണമുണ്ട്. ഹാവി പറഞ്ഞാൽ ഇങ്ങനെ മോള് കൂടെ നിൽക്കുന്നത്, മഹവിയാണ് ഉള്ളിൽ നിൽക്കണത്. ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഇതാ ഇത് ഹാവി, ഇതിനുള്ളിൽ നിൽക്കുന്നത് മഹവിയും. ഇത് മഹവിയും ഇത് ഹാവി. ഇത് അതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഇതിങ്ങനെ ആക്കി കുടിച്ചാൽ ഇതിൻ്റെ ഇതുണ്ടല്ലേ, ഇത് ഹാവി, ഇത് മഹവിയും. അപ്പോൾ ഹാവി ആ സ്വത്തുഹ് എന്ന് പറഞ്ഞാൽ അറിയില്ല, ഇതിന് ഈ മേൽപ്പരപ്പിന് അന്തരപ്പേര് A4 പേപ്പറിൻ്റെ പുറം ഉണ്ടെങ്കിൽ ആ പുറം മാത്രമുള്ള അതിൻ്റെ ആ കട്ടി തക്കുതിരി ചെയ്യാതെ ആ പുറത്തിന് മാത്രം പറഞ്ഞ പേരാണെന്ത്, സ്വത്തുഹ്. ആ സ്വത്തുഹ് ബാത്തിനു ആന്തരികമായിരിക്കുന്ന ആ സ്വത്തുഹ് മിനൽ ഹാവി, ഹാവിയിൽ നിന്നുള്ള, ഹാവി പറഞ്ഞാൽ മോള് കൂടെ ഉള്ളത് അതിൻ്റെ ഉൾപ്പാളിയും. പിന്നെ എങ്ങനെയുള്ള ഉൾപ്പാളി? അൽ മുമാസിലി സ്വത്തുഹിൽ ലാഹിരി മിനൽ മഹവി, ഈ മഹവിയിൻ്റെ ബാഹ്യ സ്വത്തുഹിനോട് തൊട്ട് നിൽക്കുന്ന ഹാവിയിൽ നിന്നുള്ള ബാത്തിനിയതായിരിക്കുന്ന സ്വത്തുഹും കൂടിയതാണ് ഏത്, ഹയ്യിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനത്തിനൊരു ഹയ്യിസ് ഉണ്ട്. ആ ഹയ്യിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൻ്റെ ഉൾസ്വത്തുഹും ഇതിൻ്റെ പുറസ്വത്തുഹും. അപ്പം അത് തീരൂലല്ലോ എന്നാണ് പറയുന്നത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ജിസ്മ് എന്ന് പറഞ്ഞാൽ വൈറൂത്തനാക്കിയായിട്ട് പോകൂലേ എന്ന് ചോദിച്ചാൽ മറുപടി ജവാബ് അനിൽ ഹയ്യിസ് എന്തെൽ മുത്തക്കല്ലിമീൻ. അത് നിങ്ങൾ ഉണ്ടാക്കിയ താരീഫാണ് ഹയ്യിസിന് ഈ താരീഫ്. അങ്ങനെയല്ല ഹയ്യിസ് പറഞ്ഞാൽ ഞങ്ങൾ മുത്തക്കല്ലിമീങ്ങളാവുന്ന സുന്നത്തിയമാത്തിൻ്റെ അഭിപ്രായത്തിന് ഹയ്യിസ് പറഞ്ഞാൽ ഹുൽ ഫറാ, ഒരു ഒഴിവ് എന്നർത്ഥമുള്ളൂ. അതിന് എന്തർത്ഥമുള്ളൂ? ഒരു ഫറ, ഒഴിവ്. അൽ മുതവഹമു. അപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി ഇപ്പം എന്താണ്, ഒരു മഹവിയും ഹാവിയും എന്നതിന് വേണ്ട, അതിന് വേണ്ട. നിങ്ങൾ പറഞ്ഞത് ഇപ്പം എന്താണ്, ഹയ്യിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളെന്ത് വേണം, ഹാവി ഉണ്ടാക്കണം. ഹാവി ഉണ്ടാക്കിയാൽ ഹാവിക്ക് ഉള്ളുണ്ടാക്കണം. അപ്പം വേറെ ജിസ്മ് നിൽക്കണമെങ്കിൽ അതിന് വേറെ ഹാവി വേണം. അങ്ങനെ ആകുമ്പം മുതറുത്തനാക്കിയായിട്ട് പോലെ എന്നാണ് പറഞ്ഞത്. അത് നിങ്ങളാ വച്ച ഹയ്യിസിൻ്റെ മാന പയച്ചിക്കണ്. അൽ മുതവഹമായ ഒരു ഫറാഹ് എന്നർത്ഥം അതിന് ഹയ്യിസ് തന്നെ. സാങ്കല്പികമാതായിരിക്കുന്ന മുതവഹമാതായിരിക്കുന്ന ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. അല്ലതി യശ്ഗലുഹുൽ ജിസ്മു, ഏതാണ് ഈ ജിസ്മ അതിന് ജോലിയാക്കിക്കണ്. ഇപ്പം ഈ അന്തരീക്ഷത്തിൽ ഒരു ബോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ബോൾ ജോലിയാക്കിയ സ്ഥലമല്ലേ, ആ ജോലിയാക്കിയ ഫറാഖിൻ്റെ പേരാണെന്ത്, ഹയ്യിസ് കാരണം. അല്ലാതെ ആദ്യം വരെ ഹാവി വേണം, ഇങ്ങോട്ട് ആ ഹാവിൻ്റെ ഉള്ളിൽ ഇത് കയറി നിൽക്കുക, ഇങ്ങോട്ട് ആ ഹാവിക്ക് അപ്പം നിൽക്കാൻ വേറെ ഹാവി വേണം, ആ ഹാവിക്ക് വേറെ ഹാവി വേണം. അങ്ങനെ 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 പോയി ഒരു മുത്തനാക്കി ആയിക്കാണ്ടെങ്കിൽ വെറുതെ ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കിയാണ്ട് പൊത്താമ്പിയാക്കണ്ട. അപ്പോൾ എമ്പത് ബീഹി അബുആദുഹു, ഈ സാധു ബോയ്തുകളുണ്ടല്ലോ, നീളം വീതിയാടെ നന്നാ ബോയ്തുകൾ അതിൻ്റെ ഉള്ളിൽ അത് ചെയ്യും, പിന്നെ കൊള്ളും ചെയ്യും. ഇങ്ങനെയായ ഒരു മുതവഹമായ ഫറാഖിനാണെന്ത് പറയുന്നത്, ഹയ്യിസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഹയ്യിസിൻ്റെ നിർവചനം പുതിയ ഉണ്ടാക്കിങ്ങാണ്ടാണ് ചോദ്യം ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായി, 4 ചോദ്യത്തിന് മറുപടിയായി. ഇനിയിപ്പോൾ നമുക്ക് വിഷയത്തേക്ക് കിടക്കുകയാണ്.